ഹലോ ഗായ്സ്, നമ്മൾ ആദ്യമായിട്ട് പൊങ്കാലിടാൻ പോവാണ് ഗായ്സ്. നമ്മൾ ഇത് ആദ്യമായിട്ട് പൊങ്കാലിടുവാണ്. നമ്മൾ വലിയ കുനമ്പായിക്കുളം ക്ഷേത്രത്തിൽ നിന്നാണ് നമ്മൾ പൊങ്കാലിടാൻ പോകുന്നത്. അപ്പോഴത്തേക്കും നമ്മളെ കലത്തിലൊക്കെ വെള്ളമൊക്കെ നിറച്ചു വെച്ച് ഭയങ്കര കാറ്റാണ് ഗൈസ്. അതുകൊണ്ട് നമ്മൾ ആ വെള്ളത്തിന്റെ കുപ്പിയൊക്കെയാണ് അതിന് അടച്ചു വെച്ചേക്കുന്നത്. ഗൈസ് ഞാൻ കാണിച്ചു തരാം. ഗൈസ് നമ്മളെ കല ചെറുതായിട്ട് നേരത്തെ ഒന്ന് വെള്ളം വീഴുന്നുണ്ടായിരുന്നു, ഇപ്പൊ ഒന്നുമില്ല ഗൈസ്. അപ്പൊ ഇനി നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് തുടങ്ങാം ഗൈസ്. അങ്ങനെ കുറെ നേരം പോസ്റ്റ് ആയിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി കുറച്ച് വീഡിയോ ഒക്കെ എടുത്തോണ്ടിരുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ഒരാൾ ക്യൂട്ട്നെസ് ആയിട്ട് വന്നു. അപ്പോഴത്തേക്കും ഇവിടെ ഒരു ക്യൂട്ട്നെസ് ഒക്കെ കണ്ടോണ്ട് വീഡിയോ എടുത്ത് നമ്മള് വരുന്നൊക്കെ വീഡിയോ എടുക്കാതെ ക്യൂട്ട്നെസ് ഇങ്ങനെയെന്നൊക്കെ കാണിക്കും. ഇതൊക്കെയാണോ പറയൂ, എന്താണ് പറയുന്നത്? സബ്സ്ക്രൈബ് ചെയ്താൽ മതിയോ? മതിയാ, സന്തോഷം. ഇത് ഭയങ്കര സന്തോഷം. ആര് ഈ പൊങ്കാലിടാൻ പോന്ന? ആര്? നീ എന്തോ ചെയ്യാൻ പോന്ന? ഇപ്പം അരി എടുത്ത്, അപ്പൊ അതാണ് കൊച്ചിന്റെ ജോലി. അരി എടുത്തിട്ടല്ലേ നിന്റെ പൊങ്കാലിടുന്ന? അരി എടുത്തിടുക, പിന്നെ ഇളക്കണം. അത്രേ ഉള്ളു പൊങ്കാല അല്ലേ? ഇത്രല്ലേ ഉള്ളു. അടി ബാക്കി നമുക്ക് തീ വന്നിട്ട് കാണാം. അങ്ങനെ കാര്യം നമ്മൾ കാത്തിരുന്ന് നമ്മളെ തീ വന്ന്, പിന്നെ തീ കത്തിക്കുന്നതായിരുന്നു എൻ്റെ ജോലി. പിന്നെ ഞാൻ അവിടെ ഉള്ള എല്ലാ വിറകും എടുത്ത് ആദ്യമേ അങ്ങ് കത്തിച്ച്. എനിക്ക് പണി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പണി കിട്ടി. ആദ്യം ഞാൻ കത്തിച്ച് തിളയ്ക്കുന്നതിന് മുമ്പ് കൊതുമ്പെല്ലാം അങ്ങ് തീർന്നു. പിന്നെ ഞാൻ പോയി ഓരോ വിറവും ഇങ്ങനെ എടുത്ത് എങ്ങനെയോ കഷ്ടിച്ചാണ് ഗൈസ് ഞാനത് ഫുള്ള് കംപ്ലീറ്റ് ആക്കിയത്. അങ്ങനെ അത് പതഞ്ഞ് വരുമ്പോഴാണ് നമ്മൾ അരി ഇടാൻ പോകുന്നത്. അപ്പോൾ ഈ അരി ഇട്ടതിൽ എനിക്ക് അതിനെക്കാട്ടി വലിയ പണി കിട്ടി. ഈ അരി എന്ന് പറയുമ്പോഴത്തേക്കും നെല്ലുകുത്തി അരിയായിരുന്നു. നെല്ലുകുത്തി അരിക്ക് വേവ് തോനെയായിരുന്നു. അങ്ങനെ പണി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയാ പണി. പക്ഷേ ദേവി കടാക്ഷിച്ച് എന്തായാലും ഞാൻ എല്ലാം കംപ്ലീറ്റ് ആക്കി. കിടിലൻ പായസവും ഞാൻ തയ്യാറാക്കി. പിന്നെ ഇവിടുത്തെ പൊങ്കാല എന്നൊക്കെ പറയുമ്പോൾ ഈ റോഡിൽ കാണുന്നതൊന്നും അല്ല പൊങ്കാല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ സ്ഥലം അറിയാവുന്നവർക്കറിയാം ഇവിടെ എത്ര പൊങ്കാലയെന്നറിയാവോ. ഇവിടെ എണ്ണാൻ പറ്റുന്നതിനെക്കാട്ടി എത്രയും പൊങ്കാലയാണ്. വലിയ അമ്പലമാണ്, പക്ഷേ അതിനെക്കാട്ടി വലിയ പൊങ്കാലയാണ് എന്തോ ഇവിടെ നടക്കുന്നത്. നിങ്ങൾക്കറിയാമോ? അറിയാമെങ്കിൽ കമന്റ് ചെയ്യൂ. ഭയങ്കര പാട് എഴുതുന്നുണ്ടെന്നാലും ഭയങ്കര പാട്. എന്താണ് പറയാനുള്ളത്? പൊങ്കാല പാടാണോ സിമ്പിളാണോ? അച്ചാച്ചനായിട്ട് കളിക്കുന്ന കാര്യമാണ് അവള് പറയുന്നത് ഗൈസ്. അപ്പൊ ഭയങ്കര പാടാണ്. ഞാൻ എന്തായാലും ബാക്കി ചെയ്ത് ഗൈസ്. അരി ഇട്ടിട്ട് പിന്നെ ഇളക്കാൻ പറ്റുമെന്നാണ് ഗൈസ് കാശ് ചോദിക്കുന്നത്. എന്തായാലും ബാക്കി ഞാൻ ചെയ്തു. അങ്ങനെ ഗൈസ് എൻ്റെ പായസമൊക്കെ റെഡിയായി. എനിക്ക് വേറൊന്നും കാണിക്കാൻ പറ്റില്ല ഗൈസ്. നമ്മള് അതെല്ലാം കഴിഞ്ഞ് നമ്മള് വെള്ളം വന്ന് കുടയണം, എന്നാലേ നമുക്കത് എടുക്കാൻ പറ്റുള്ളൂ ഗൈസ്. അപ്പൊ നമ്മളെ പായസമൊക്കെ അവിടെ വെയിറ്റിംഗ് ആണ്. ഇനി നമുക്ക് വെള്ളം കുടയുന്നതിന് ഒരു 10-15 മിനിറ്റിനുള്ളിൽ നമുക്ക് വെള്ളം എന്തായാലും കുടയുന്നതായിരിക്കും. അപ്പോഴത്തേക്ക് നമുക്ക് ഇനി ഉത്സവത്തിനുള്ള എന്തെങ്കിലുമൊക്കെ മേടിച്ച് തിന്നണമെന്നൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് അത് കഴിഞ്ഞിട്ട് നോക്കാം. ഞാൻ അവിടെ നിന്ന് അവിടെയുള്ള വെള്ളമൊക്കെ കുടഞ്ഞ് കായ്സ് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേക്കും ഫോണിൽ ചാർജൊക്കെ തീർന്നായിരുന്നു. നിങ്ങൾ വിചാരിക്കുന്നത് അരി മാത്രമേ ഇട്ടിട്ടുള്ളതെന്ന്. വേറെ ഒന്നും ഇടാൻ അത്രയ്ക്ക് പറ്റാത്തതുകൊണ്ടാണ് ഗൈസ്. കാരണം അവിടെ പുക കാരണം നിൽക്കാൻ പോലും വയ്യായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഞങ്ങൾ വിറകൊക്കെ തീർന്ന് ഞാൻ അവിടെ നിന്നൊക്കെ വിറകൊക്കെ എടുത്ത് ഭയങ്കര ഇതായിരുന്നു ഗൈസ്. ഒന്നും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. കാരണം അത്രയ്ക്ക് നമ്മൾ ഇപ്പം അത് അണഞ്ഞു പോയി കഴിഞ്ഞാൽ അത് ദോഷമൊക്കെയാണ്. അപ്പോഴത്തേക്കും അത് അണഞ്ഞു പോകാതിരിക്കാനും അതോടൊക്കെ തന്നെ കുറേ നേരം പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ വരുന്നവരെ ബൈ.